ഹായ് വെൽക്കം ടു HB. ഫൈനലി നമ്മുടെ SSCയുടെ കലണ്ടർ റിലീസ് ചെയ്തു. വരാൻ പോകുന്ന 2025-2026 ഇയറിൽ നടക്കാൻ പോകുന്ന എക്സാംസിന്റെ. അപ്പോൾ ഈ വർഷത്തെ കലണ്ടർ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇനി വരാൻ പോകുന്ന ഈ വർഷത്തെ കലണ്ടർ നോക്കുകയാണെങ്കിൽ, നമ്മുടെ SSCയുടെ സീജിലിന്റെ എക്സാം ഈ വർഷം കുറച്ചുകൂടി നേരത്തെയാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ ആ ഒരു നോട്ടിഫിക്കേഷൻ ഏത് മാസമാണോ വന്നത്, ഈ വർഷം ഇനി വരാൻ പോകുന്ന വർഷം നമ്മുടെ ആ ഒരു എക്സാം നടക്കാൻ പോകുന്നത് കഴിഞ്ഞ വർഷം നോട്ടിഫിക്കേഷൻ വന്ന മന്തിലാണ് എക്സാം നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ വട്ടം നമ്മുടെ ജൂൺ ജൂലൈയിലാണ് നോട്ടിഫിക്കേഷൻ വന്നെങ്കിൽ, രജിസ്ട്രേഷൻ നടന്നെങ്കിൽ, ഈ വട്ടം ജൂൺ ജൂലൈ സമയത്താണ് എക്സാം നടക്കാൻ പോകുന്നത്. നമ്മുടെ നോട്ടിഫിക്കേഷൻ കുറച്ചുകൂടി നേരത്തെ വരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സീജന്റെ എക്സാമിന്റെ പ്രിപ്പറേഷൻ ഈ വട്ടം വളരെ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഇതിന്റെ ഇടയ്ക്ക് പിന്നെ NTPC എക്സാംസ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് NTPC എക്സാംസ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അതിന്റെ കൂടെ തന്നെ നമുക്ക് എന്തുകൂടി ചെയ്യേണ്ടി വരും, SSC പ്രിപ്പയർ ചെയ്യുന്നവർ SSCയുടെ സീജന്റെ എക്സാമിനോട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പോൾ കഴിഞ്ഞ വർഷം നമുക്ക് കുറച്ചധികം സമയം കിട്ടിയായിരുന്നു എക്സാമിന് വേണ്ടി. പക്ഷേ ഈ വട്ടം അത്രയും തോളം നമുക്ക് ടൈം കിട്ടുന്നില്ല. നമുക്കിനി നോക്കിക്കഴിഞ്ഞാലും ഒരു 5 to 6 months എന്ന റാങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എക്സാംസിന് വേണ്ടി നമ്മൾ ആ ഒരു ടൈം നോക്കിക്കഴിഞ്ഞാൽ. സോ ഈ ഒരു SSC സീജന്റെ എക്സാം, അതിന്റെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെ വേണം, അതിന്റെ ഒരു സ്റ്റഡി പ്ലാൻ അത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലൈക്ക് ഇൻക്ലൂഡിങ് നമ്മൾ ഓരോ സബ്ജക്റ്റിന് വേണ്ടി കൊടുക്കേണ്ട സമയവും നമ്മൾ ഈ വരാൻ പോകുന്ന ഒരു 5 months പ്രിപ്പറേഷൻ എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതടക്കമാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ വൺസ് അഗൈൻ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു ടു HB. അപ്പോൾ നമ്മുടെ SSC CGL 2025 ഒരു സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സെഷനിൽ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ SSC CGL തന്നെ എക്സാമിന്റെ കലണ്ടർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ നമ്മുടെ SSCയുടെ CGLന്റെ എക്സാം നോക്കുകയാണെങ്കിൽ നമ്മുടെ കലണ്ടറിന്റെ ഒരു ചെറിയ പോർഷൻ ആണ് കൊടുത്തേക്കുന്നത്, ലൈക്ക് കലണ്ടറിന്റെ ഫസ്റ്റ് പേജ്. പക്ഷെ ആ ഫസ്റ്റ് പേജിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ എക്സാം വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു 5ാമത്തെ പോയിന്റ് ആയിട്ട് നമ്മുടെ 4ാമതായിട്ട് സെലക്ഷൻ പോസ്റ്റിന്റെ എക്സാം ഉണ്ട്, നമ്മുടെ phase 13. അത് കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ 5ാമത്തെ പോയിന്റ് ആയിട്ട് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ 2025. നമുക്ക് അതിന്റെ ആ ഡേറ്റ്സ് നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മുടെ ആ ഒരു Tier 1 എക്സാമിന്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ, അഡ്വർടൈസ്മെന്റ് വരാൻ പോകുന്നത്, നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് 22 April എന്നാണ് കൊടുത്തേക്കുന്നത്, 22 April. അപ്പോൾ നമ്മുടെ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് April നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു രജിസ്ട്രേഷൻ ക്ലോസിംഗ് ഡേറ്റ് കൊടുത്തിരിക്കുന്നത് 21 മെയ് വരെയാണ്. ആസ് യൂഷ്വൽ 1 മാസത്തിന്റെ സമയമാണ് കൊടുത്തേക്കുന്നത്. അതിനുശേഷം ഫൈനലി ഡേറ്റ്, മന്ത് ഓഫ് എക്സാം, നമ്മുടെ എക്സാമിന്റെ മന്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അത് കൊടുത്തേക്കുന്നത് ജൂൺ ജൂലൈ എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പം നമുക്ക് കാണാൻ പറ്റും കഴിഞ്ഞ വട്ടം ജൂൺ ജൂലൈയിലാണ് നോട്ടിഫിക്കേഷൻ വന്നതെങ്കിൽ ഈ വട്ടം ജൂൺ ജൂലൈയിൽ നമ്മുടെ എക്സാം നടക്കുന്നതായിരിക്കും. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. ഇതിൻ്റെ ഇടയ്ക്ക് വേറെയും ഇമ്പോർട്ടൻറ്റ് എക്സാംസ് ഉണ്ടായതുകൊണ്ട് തന്നെ നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ അടുത്തൊരു 5 months നിങ്ങൾക്ക് ഇടാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും എക്സ്ട്രീം കൺസിസ്റ്റൻസിയും അതേപോലെ തന്നെ പ്രിപ്പറേഷനും ടൈമും ഒക്കെ തന്നെ നിങ്ങൾ കൊടുക്കേണ്ട ഒരു സമയമാണ് അടുത്ത് വരാൻ പോകുന്ന 5 മാസം എന്ന് പറയുന്നത്. ബിക്കോസ് റെയിൽവേയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എക്സാമും അതുപോലെ തന്നെ SSCയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എക്സാമും ഏകദേശം ഒന്നിന്റെ പുറകെ ഒന്ന് ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാൻ പോവാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു സമയം കൂടിയാണിത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള സ്റ്റഡി പ്ലാൻ കൂടിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് കുറച്ചുകൂടി ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതിന്റെ ഒരു എക്സാമിന്റെ ഡേറ്റ്സിനെ കുറിച്ച് നമുക്കൊന്ന് ചെക്ക് ചെയ്യുവാണെങ്കിൽ SSC CGL നമ്മളിപ്പം പറഞ്ഞ പോലെ തന്നെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് April 2025 അതുപോലെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ ജൂലൈ 2025 ആണ്. സോ ഇതിനു വേണ്ടി നമ്മുടെ പ്രിപ്പറേഷന് വേണ്ടിയുള്ള സമയം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മളിപ്പം ഡിസംബർ ആണ്, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്. അപ്പോൾ നമ്മുടെ ജൂൺ ഈവൻ ഫസ്റ്റ് വീക്ക് തന്നെ എക്സാം സ്റ്റാർട്ട് ആയാൽ പോലും നമുക്ക് ഇനി പ്രിപ്പറേഷൻ എത്ര സമയമുണ്ടെന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഡിസംബറിന്റെ ഹാഫ് കഴിഞ്ഞു. ആൻഡ് ഇത് കൂടാതെ തന്നെ നമുക്ക് ഇനി 5 മാസം, നമ്മുടെ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 5 മാസം ആണ് നമുക്ക് കിട്ടുന്നത് പ്രിപ്പറേഷൻ വേണ്ടി. സോ നമുക്ക് അറൌണ്ട് ഒരു 150+ അല്ലെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 180-തോളം, എന്നാലും നമുക്ക് ഏറ്റവും മിനിമം എടുക്കുകയാണെങ്കിൽ പോലും ഒരു 150-തോളം ഡേയ്സ് ആണ് നമുക്ക് ഇനി പ്രിപ്പറേഷന് വേണ്ടി കിട്ടുന്നത്. 150 days. അപ്പോൾ ഈ ഒരു 150 days നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം ഏറ്റവും നല്ലപോലെ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾ എക്സാം, ഇപ്പോൾ SSC CGL ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയാം. നമ്മുടെ ഈവൻ മിനി സിവിൽ സർവീസ് എന്ന് അറിയപ്പെടുന്ന ഒരു എക്സാം കൂടിയാണ് SSC CGL എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് ലെവൽ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും എന്താ പറയുക, പവർഫുൾ ആയിട്ടുള്ള ഓർഗനൈസേഷൻസിന്റെ ലേക്കുള്ള റിക്രൂട്ട്മെന്റ്സ് ആണ് നമ്മുടെ SSC CGL നടത്തുന്നത്. അതിലും ഗ്രേഡ് B, ഗ്രേഡ് C കാറ്റഗറിയിൽ വരുന്ന ഏറ്റവും നല്ല പോസ്റ്റിലേക്ക് ഒരുപാട് ഡ്രീമാണ് CGL. ഈ ഒരു CGL എക്സാം ക്ലിയർ ചെയ്ത് CBI ആവണം, ഇൻകം ടാക്സിൽ കയറണം, കസ്റ്റംസിൽ കയറണം, യൂണിഫോം പോസ്റ്റുകൾ, ഇങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്കൊക്കെ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു എക്സാം കൂടിയാണ് SSCയുടെ CGL എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന ആ ഒരു പോസ്റ്റുകൾ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നില്ലെങ്കിൽ പോലും ഇതിൻ്റെ അകത്ത് വരുന്ന
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു എക്സാം വഴി റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഏതൊക്കെ പോസ്റ്റിലേക്കാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് ലെവൽ പോസ്റ്റ് വരുന്നത് നമ്മുടെ അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസറും അതുപോലെ അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസറും ആണ് വരുന്നത് ഏറ്റവും ടോപ്പ് ലെവലിൽ. അപ്പോൾ ഇതിന്റെയൊക്കെ ഒരു ഏജ് ലിമിറ്റോടെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 30 ഇയേഴ്സ് ആണ് ഏജ് ലിമിറ്റ് ജനറൽ കാറ്റഗറിയുടെ. ഇത് കൂടാതെ OBC ആണെങ്കിൽ ഒരു 3 years റിലാക്സേഷൻ ഉണ്ട്. SC/ST ആണെങ്കിൽ ഒരു 5 year റിലാക്സേഷൻ കൂടി അവിടെ കിട്ടുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി വരുന്ന പോസ്റ്റിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറുടെ പോസ്റ്റുകളാണ് വരുന്നത്. അപ്പോൾ അത് ഏതൊക്കെ മിനിസ്ട്രിയിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സെൻട്രൽ സെക്രട്ടേറിയറ്റ്, ഇന്റലിജൻസ് ബ്യൂറോ, റെയിൽവേ മിനിസ്ട്രിയിൽ, അതുപോലെ എക്സ്റ്റേണൽ അഫയേഴ്സിൽ, നമ്മുടെ എയർഫോഴ്സ് ഹെഡ് ക്വാർട്ടേഴ്സിൽ, അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ, അതുപോലെ തന്നെ അതർ മിനിസ്ട്രീസ് അതർ ഡിപ്പാർട്ട്മെന്റ്സിലൊക്കെയാണ് നമുക്ക് ഈ റിക്രൂട്ട്മെന്റ്സ് വരുന്ന അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ. ഇപ്പോൾ ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു 20 to 30 ഇയേഴ്സ് ആണ് ഏജ് ലിമിറ്റ് വരുന്നത്. പിന്നെ അതിന്റെ ഇടയ്ക്ക് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ഇന്റലിജൻസ് ബ്യൂറോ നോക്കിക്കഴിഞ്ഞാൽ 18 to 30 ആണ് കൊടുത്തിരിക്കുന്ന ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പം മോസ്റ്റ്ലി എല്ലാം 20 to 30 ഇയേഴ്സ് ആണ് നമുക്ക് വരുന്ന ഏജ് ലിമിറ്റ്. ഇത് കഴിഞ്ഞാൽ പിന്നുള്ള പോസ്റ്റിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇൻസ്പെക്ടർ പോസ്റ്റ് ആണ്. ഇൻകം ടാക്സിൽ ഇൻസ്പെക്ടർ, സെൻട്രൽ എക്സൈസിൽ ഇൻസ്പെക്ടർ, പ്രിവെന്റീവ് ഓഫീസർ അല്ലെങ്കിൽ ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്പെക്ടർ എക്സാമിനർ. അപ്പോൾ ഇതൊക്കെ എവിടെയാണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസും സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസിലാണ് ഈ ഒരു പോസ്റ്റിംഗ്സ് ഒക്കെ വരുന്നത്. നമ്മുടെ ഇൻകം ടാക്സ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സിലും, അതുപോലെ തന്നെ സെൻട്രൽ എക്സൈസ്, പ്രിവെന്റീവ് ഓഫീസർ, എക്സാമിനർ, ഇതെല്ലാം നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസിലാണ് നമുക്ക് വരുന്നത്. നമുക്ക് കാണാൻ പറ്റും ഇതെല്ലാം ഗ്രൂപ്പ് ബി ആൻഡ് ഗ്രൂപ്പ് സി കാറ്റഗറി വരുന്ന പോസ്റ്റ്. ഗ്രൂപ്പ് സി വരുന്നത് നമ്മുടെ ഇൻകം ടാക്സും, ബാക്കിയുള്ളതെല്ലാം വരുന്നത് ഗ്രൂപ്പ് ബി പോസ്റ്റ് ആണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള പോസ്റ്റുകൾ. അതിന്റെ എല്ലാത്തിന്റെ ഒരു ഏജ് ലിമിറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നിങ്ങൾക്ക് എല്ലാം ഒരു 18 to 30, 20 to 30 ഏജ് ലിമിറ്റിലാണ് അത് വരുന്നത്. ഇനി ഇതിന്റെയൊക്കെ സാലറിയുടെ റേഞ്ച് നിങ്ങൾക്ക് മേളിൽ കാണാൻ പറ്റും. ഏറ്റവും മിനിമം ടു ആ ഒരു പേ സ്കെയിൽ ഏത് റേഞ്ചിലാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് കൂടാതെ ഇനി റിമൈനിങ് ആയിട്ടുള്ള പോസ്റ്റുകളിൽ പോകുകയാണെങ്കിൽ അടുത്ത കുറെ ഗ്രൂപ്പ് ബി പോസ്റ്റുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അഗെയിൻ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, അതർ മിനിസ്ട്രീസ്, എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് നമ്മുടെ CBICയിൽ, അതുപോലെ റിസർച്ച് അസിസ്റ്റന്റ് നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ, ഡിവിഷണൽ അക്കൗണ്ടന്റ് നമ്മുടെ CGD ഓഫീസിൽ, സബ് ഇൻസ്പെക്ടർ NIA. ഒരുപാട് പേരുടെ അഗെയിൻ ഡ്രീം ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് നമ്മുടെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIAയിൽ സബ് ഇൻസ്പെക്ടർ ആവുക എന്നുള്ളത്. അതുപോലെ തന്നെ ജൂനിയർ ഇന്റലിജൻസ് ഓഫീസർ അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടർ നമ്മുടെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയിൽ, അതുപോലെ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ. അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ വരുന്ന കുറെ പോസ്റ്റുകൾ. അതിന്റെ ഒരു പേ സ്കെയിൽ നിങ്ങൾക്ക് മുകളിൽ കാണാൻ പറ്റും. എല്ലാം ഗ്രൂപ്പ് ബി വരുന്ന പോസ്റ്റുകളും എല്ലാത്തിന്റെ ഏജ് ലിമിറ്റും കാണാൻ നിങ്ങൾക്ക് 18 to 30 ഇയേഴ്സ് വരെയാണ് വരുന്നത്. ഇനി ഇത് കഴിഞ്ഞാൽ തീർന്നിട്ടില്ല. SSC CGL എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് പോസ്റ്റുകൾക്കല്ല, ഒരുപാട് പോസ്റ്റുകളിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. അത് ഏറ്റവും നല്ല പോസ്റ്റിലേക്ക്. ഇനി നിങ്ങൾക്ക് കുറെ ഓഡിറ്റർ ആൻഡ് അക്കൗണ്ടന്റിന്റെ പോസ്റ്റ് കാണാൻ പറ്റും ഡിഫറെന്റ് ഓഫീസസിൽ. എല്ലാം ഗ്രൂപ്പ് സി ആണ്. എല്ലാത്തിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് കാണാൻ പറ്റും. എല്ലാം 27 ഇയേഴ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവിടെ തീർന്നിട്ടില്ല. പോസ്റ്റൽ അസിസ്റ്റന്റ് ഉണ്ട്, നമ്മുടെ സീനിയർ സെക്രട്ടറി അസിസ്റ്റന്റ്, UDC ക്ലർക്ക്, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ്, ടാക്സ് അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ, ഇങ്ങനെ പിന്നെയും ഒരുപാട് പോസ്റ്റുകൾ വരുന്നുണ്ട്. ഇതെല്ലാം അഗെയിൻ ഗ്രൂപ്പ് സി ആണ്. എല്ലാത്തിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് 27 ഇയേഴ്സ് വരെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയും പോസ്റ്റുകൾ നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾ കണ്ടു വേണം. നമുക്ക് ഏകദേശം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഏകദേശം 36 പോസ്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 36 പോസ്റ്റുകൾ. ഇതെല്ലാം നമ്മുടെ SSC CGLന്റെ അണ്ടറിൽ വരുന്ന പോസ്റ്റുകൾ. ഇനി വരുന്ന വർഷം ചിലപ്പോൾ ഇതിൽ കൂടുതലും നമുക്ക് റിക്രൂട്ട്മെന്റ്സ് കൂടുതൽ പോസ്റ്റിലേക്ക് വിളിച്ചെന്ന് വരാം. അപ്പോൾ ഈ കഴിഞ്ഞ വർഷം വിളിച്ച വേക്കൻസി നിങ്ങൾക്കറിയാം, അറൌണ്ട് 18,000 വേക്കൻസിക്കാണ് കഴിഞ്ഞ വർഷം വിളിച്ചത്. അപ്പോൾ വരുന്ന വർഷം നമുക്ക് അത്യാവശ്യം വേക്കൻസി കാണും. അതുപോലെ തന്നെ ഈ പോസ്റ്റിലേക്കെല്ലാം റിക്രൂട്ട്മെന്റ് ഉണ്ടായിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഇനി നമ്മുടെ ഇതിന്റെ ഒരു പ്രിപ്പറേഷനിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ SSC CGL എക്സാം എന്ന് പറയുന്നത് മെയിൻലി 2 ഫേസിലായിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഒന്ന് Tier 1 ആദ്യത്തൊരു പ്രിലിമിനറി ഫേസ് നമുക്ക് പറയാം, ഫസ്റ്റ് ഫേസ് ഓഫ് എക്സാം. അതിൽ ക്ലിയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ആയിരിക്കും പിന്നെ അടുത്ത phase 2 Tier 2 എക്സാമിലേക്ക് പോകുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ഇതിന്റെ പ്രിപ്പറേഷനിലേക്ക് നമുക്ക് വരാം. ഇനി പ്രിപ്പറേഷനിലേക്ക് വരുമ്പോൾ നമ്മുടെ Tier 1 എക്സാം എന്ന് പറയുമ്പോൾ നിങ്ങൾ കാണാൻ പറ്റും അതിന്റെ ഒരു എക്സാമിന്റെ പാറ്റേൺ എന്താണ് ഉള്ളത്. നമുക്കവിടെ 4 സെക്ഷൻസ് ആണ് വരുന്നത്. ജനറൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ റീസണിങ് എന്ന് പറയും, അതുപോലെ ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ്. എല്ലാത്തിൽ നിന്നും 25 ക്വസ്റ്റ്യൻസ് വെച്ചാണ് വരുന്നത്. 4 സെക്ഷൻസ് 25 വെച്ച് 4 സെക്ഷൻസിൽ വരുമ്പോൾ മൊത്തം 100 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. ഓരോ ക്വസ്റ്റ്യനും ക്യാരി ചെയ്യുന്നത് 2 മാർക്ക് വെച്ചാണ് ക്യാരി ചെയ്യുന്നത്. സോ മൊത്തം ടോട്ടൽ 200 മാർക്സിലാണ് എക്സാം നടക്കുന്നത്. 100 ക്വസ്റ്റ്യൻ 200 മാർക്സ്. നമുക്കവിടെ കിട്ടുന്ന ടൈം എന്ന് പറയുന്നത് 60 മിനിറ്റ്, 60 മിനിറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്ന ടൈം എന്ന് പറയുന്നത്. ആൻഡ് നമുക്കിവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടെന്നുള്ളത് അറിഞ്ഞിരിക്കുക. 1/4 ആണ് നെഗറ്റീവ് മാർക്കിംഗ്. 1/4 എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റിന് 2 മാർക്കാവും. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ 2 മാർക്കിന്റെ 1/4 എന്ന് പറയുമ്പോഴത്തേന്ന് 0.5 മാർക്കാണ് നെഗറ്റീവ് വരുന്നത്.
സോ ഇതാണ് നമ്മുടെ എക്സാമിന്റെ Tier 1 പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 4 ഏരിയസ് ആണ് പഠിക്കാനുള്ളത്: റീസണിംഗ്, ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ഇംഗ്ലീഷ്. ഇനി ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ആയിരിക്കും പിന്നെ അടുത്ത സെക്കൻഡ് ഫേസ് എക്സാമിലേക്ക് പോകുന്നത്. സെക്കൻഡ് ഫേസ് എക്സാമിന്റെ ഒരു പാറ്റേൺ ആണ് നിങ്ങൾ ഈ കാണുന്നത്, എക്സാമിന്റെ ഒരു പാറ്റേൺ. അപ്പോൾ കുറച്ചുകൂടി ഒരു വലിയൊരു പാറ്റേൺ ആണ് അവിടെ വരുന്നത്. നമുക്ക് അഗെയിൻ അവിടുത്തെ ഏരിയസ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ, എക്സാമിന്റെ ആ ഒരു പാറ്റേൺ ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ 2 സെഷൻസ് ഉണ്ട്, സെഷൻ 1 ഉം സെഷൻ 2 ഉം. സെഷൻ 1 നമ്മുടെ എക്സാമും സെഷൻ 2 നമ്മുടെ ഒരു സ്കിൽ ടെസ്റ്റും ആണെന്ന് പറയാൻ പറ്റും. സെഷൻ 1 നമുക്ക് 2 മണിക്കൂർ 15 മിനിറ്റും സെഷൻ 2 ജസ്റ്റ് 15 മിനിറ്റ് മാത്രമേ അവിടെ വരുന്നുള്ളൂ. ഇനി സെഷൻ 1നെ 3 സെക്ഷൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ സെക്ഷനിൽ നമ്മുടെ മാത്സും റീസണിങ്ങും വരും. നമുക്ക് അവിടെ 2ൽ നിന്ന് 30 ക്വസ്റ്റ്യൻ വെച്ചാണ് വരുന്നത്, മൊത്തം 60 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. പക്ഷേ ഇവിടെ Tier 2ലേക്ക് വരുമ്പോൾ നമ്മുടെ മാർക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് Tier 1ന് ഒരു ക്വസ്റ്റിന് 2 മാർക്കാണെങ്കിൽ ഇവിടെ Tier 2ന് വരുമ്പോൾ നമുക്ക് അവിടെ ഒരു ക്വസ്റ്റിന് 3 മാർക്ക് വെച്ചാണ് വരുന്നത്. സോ മൊത്തം 30 60 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ മാർക്ക് വരുന്നത് 180, 160 into 3 180 മാർക്സ് ആണ് നമുക്ക് അവിടെ വരുന്നത്. ഇനി അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷും ജനറൽ അവയർനെസ്സും ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം നമുക്ക് Tier 1ൽ നമുക്ക് എന്ത് പഠിക്കാനുണ്ടായിരുന്നു, ഈ ഒരു ഏരിയ 2 നമുക്ക് അവിടെയും പഠിക്കാനുണ്ട് Tier 1ലും. അപ്പം ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ വരുന്ന ക്വസ്റ്റ്യന്റെ കൗണ്ടിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇംഗ്ലീഷിൽ നിന്ന് നമുക്ക് 45 ക്വസ്റ്റ്യൻ ഉണ്ട്, നമ്മുടെ ജനറൽ അവയർനെസ്സിൽ നിന്ന് 25 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ നമുക്ക്. അപ്പോൾ ഇവിടെയും നമുക്ക് ടോട്ടൽ ക്വസ്റ്റ്യൻസ് കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ 70 ക്വസ്റ്റ്യനും ഓരോ ക്വസ്റ്റ്യൻ 3 മാർക്ക് വെച്ചായതുകൊണ്ട് തന്നെ 70 into 3 210 ആണ് നമുക്കവിടെ വരുന്ന ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഏരിയാസ് സെക്ഷൻ 1 ഉം ഈ സെക്ഷൻ 2 കൂടി ചേർത്ത് നമുക്ക് എഴുതാൻ വേണ്ടി കിട്ടുന്ന ടൈം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് 1 മണിക്കൂർ ആണ് നമുക്ക് അലോട്ട് ചെയ്തേക്കുന്ന ആ ഒരു സമയം, ഈ ഒരു ഏരിയാസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. ഇനി ഇതിന് ശേഷം നമുക്ക് പിന്നെ ഈ ഒരു ഏരിയ കവർ ചെയ്യാൻ വേണ്ടി നമുക്ക് 1 hour ഫോർ ഈ സെക്ഷൻ, അടുത്ത ഈ ഒരു ഏരിയ കവർ ചെയ്യാൻ നമുക്ക് 1 hour. അങ്ങനെ നമുക്ക് ഇതിപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിന് 1 മണിക്കൂർ സമയം കിട്ടുന്നുണ്ട് ഈ ഒരു ഏരിയക്ക്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഏരിയക്ക് 1 hour ടൈം കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാത്സും റീസണിംഗ് കൂടി എഴുതാൻ 1 മണിക്കൂറും അടുത്ത സെക്ഷൻ എഴുതാൻ 1 മണിക്കൂറും, അപ്പം 2 മണിക്കൂറായി. ഇനി എക്സ്ട്രാ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു 2 മണിക്കൂർ 15 മിനിറ്റ് എന്ന് നമ്മൾ കണ്ടായിരുന്നു അല്ലെ. അപ്പോൾ ഈ 2 മണിക്കൂർ 15 മിനിറ്റ് എവിടെ നിന്നാണ് വരുന്നത് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ Tier 1ന് ഇല്ലാത്ത ഒരു ഏരിയ കൂടി വരുന്നുണ്ട്, കമ്പ്യൂട്ടർ നോളജ്. അതാണ് നമ്മുടെ 3ാമത്തെ സെക്ഷൻ, കമ്പ്യൂട്ടർ നോളജ്. അവിടെ നിന്ന് നമുക്ക് 20 ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. മാർക്ക് എന്ന് പറയുന്നത് 60 മാർക്കാണ് വരുന്നത്. പക്ഷെ അത് ക്വാളിഫയിങ് ആണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ലൈക്ക് അതിന്റെ മാർക്ക് നമ്മുടെ ഫൈനൽ സെലക്ഷൻ എടുക്കത്തില്ല, പക്ഷെ അവിടെ ഒരു മിനിമം കട്ട് ഓഫ് ഉണ്ടായിരിക്കും. ആ കട്ട് ഓഫ് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു മാർക്ക് നമുക്ക് എക്സാമിന്റെ നമ്മുടെ ഫൈനൽ റിസൾട്ടിന് വേണ്ടി എടുക്കുന്നതായിരിക്കത്തില്ല. അപ്പൊ ഇതിനു വേണ്ടി നമുക്ക് 15 മിനിറ്റ് ആണ് അലോട്ട് ചെയ്യുന്നത്. ഈ ഒരു 20 ക്വസ്റ്റ്യൻ എഴുതാൻ വേണ്ടി മാത്രം 15 മിനിറ്റ്. അങ്ങനെയാണ് മൊത്തം നമുക്ക് എന്ത് വരുന്നത്, ആ ഒരു 2 hour 15 minutes വരുന്നത്. ആൻഡ് വൺസ് ആ സെഷൻ 1 തീർന്നു കഴിഞ്ഞാൽ, ലൈക്ക് നമ്മുടെ എക്സാം 2.25 മണിക്കൂർ എക്സാം തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നത് 2ാമത്തെ സെഷനിലേക്കാണ്. അതൊരു 15 മിനിറ്റ് വരുന്ന ഒരു സ്കിൽ ടെസ്റ്റ് ആണ്, ഡാറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ്. നമ്മുടെ ആ ഒരു ഡാറ്റ എൻട്രി ചെയ്യാനുള്ള സ്പീഡ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മുടെ ടൈപ്പിംഗ് ടെസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി ഇവിടെ നമുക്ക് അഗെയിൻ ഒരു ഡാറ്റ എൻട്രി ടാസ്ക് തരും. അഗെയിൻ അതും എങ്ങനെയാണ്, ക്വാളിഫയിങ് ആണ്. അവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒരു സ്കോറോ മാർക്കോ ഒന്നുമില്ല, നമ്മൾ ക്വാളിഫൈ ആയാൽ മാത്രം മതി. അങ്ങനെയാണ് നമ്മുടെ ആ ഒരു ടൈപ്പിംഗ് ടെസ്റ്റ് നടക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ആ സെക്കൻഡ് ഫേസ് ഓഫ് എക്സാമിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് മെയിൻലി ആ ഒരു ഫസ്റ്റ് ടിയർ എക്സാമിന് വേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതായിരിക്കും നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ നമുക്കിനി ഇതിന്റെ പ്രിപ്പറേഷനിലേക്ക് പോകാൻ നേരത്ത് നമ്മൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു ഏരിയ ആണ് ഇതിന്റെ ഒരു സിലബസ് എങ്ങനെയാണ്, എന്തൊക്കെയാണ് എക്സാംസിൽ ചോദിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ജനറൽ ഇന്റലിജൻസിന്റെ അല്ലെങ്കിൽ നമ്മുടെ റീസണിംഗ് എന്ന് പറയുന്ന ഏരിയയുടെ സിലബസ് ആണ് നിങ്ങൾ കാണുന്നത്. നമ്മുടെ SSCയുടെ CGLന്റെ നോട്ടിഫിക്കേഷന്റെ അകത്ത് കൊടുക്കുന്ന എന്താണോ ആ സിലബസ് തന്നെയാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഡെഫിനറ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം നിങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടി. അതേപോലെ തന്നെ നമ്മുടെ അടുത്ത ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു സിലബസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. അഗെയിൻ നമ്മുടെ CGLന്റെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുള്ള നമ്പർ സിസ്റ്റം, ഫണ്ടമെന്റൽ അരിത്മെറ്റിക് ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ കുറെ അരിത്മെറ്റിക് ടോപ്പിക്സ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ലൈക്ക് പെർസെന്റേജ്, റേഷ്യോ, നമ്മുടെ ആവറേജ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, പാർട്ട്ണർഷിപ്പ്, മിസ്റ്റർ ആൻഡ് അലിഗേഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, ഇങ്ങനെയുള്ള കുറെ ടോപ്പിക്സ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ അത് കൂടാതെ നമ്മുടെ ചാർട്ട് ബേസ്ഡ്, നമ്മുടെ ഫ്രീക്വൻസി പോളിഗൺ, നമ്മുടെ ലൈൻ ചാർട്ട്, പൈ ചാർട്ട്, ബാർ ചാർട്ട്, അങ്ങനെയൊക്കെയുള്ള വരുന്ന ക്വസ്റ്റ്യൻസ്, അതൊക്കെയാണ് നമുക്ക് അവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ചാർട്ട്സിൽ ഉദ്ദേശിക്കുന്നത്. ഇത് കൂടാതെ നമ്മുടെ ഒരു അഡ്വാൻസ് മാത്സ് എന്ന് പറയുന്ന ഏരിയ ഉണ്ട്. നിങ്ങൾക്കറിയാം നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഓൾജിബ്ര, ട്രിഗ്നോമെട്രി, മെൻസുറേഷൻ, ജോമെട്രി, ഈ ഒരു കോർഡിനേറ്റ് ജോമെട്രി, ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ്, ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ അഡ്വാൻസ് മാത്സിൽ വരുന്നത്. സോ ഇതാണ് നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ സിലബസ് എന്ന് പറയുന്നത്.
അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് വന്നാൽ നമ്മൾ അവിടെ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് ആണ് അവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. സോ അവിടെ നമുക്ക് ഗ്രാമർ ഏരിയസ് മൊത്തം പ്രിപ്പയർ ചെയ്യണം. ഇത് കൂടാതെ തന്നെ നമുക്ക് അവിടെ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. ലൈക്ക് നമ്മുടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കാണും, എറർ സ്പോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള കാണും, അനോണിമസ്, സിനോണിംസ്, ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, സെന്റൻസ് ഇംപ്രൂവ് ചെയ്യുന്നത്, അതുപോലെ നമ്മുടെ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അങ്ങനെ ഒരുപാട് ക്ലോസ് ടെസ്റ്റ്, റീഡിംഗ് കോംപ്രഹെൻഷൻ, പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ ചെയ്തിട്ടുള്ള ആ റീഡിംഗ് കോംപ്രഹെൻഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ വരുന്നത്. സോ ഇതാണ് നമ്മുടെ ഇംഗ്ലീഷിന്റെ നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷനിൽ കൊടുക്കുന്ന സിലബസ് എന്ന് പറയുന്നത് നമ്മുടെ എക്സാമിന് വേണ്ടി. ആൻഡ് ഫൈനലി നമ്മുടെ ജനറൽ അവയർനെസ്സിനെ സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നമുക്ക് അവിടെ സ്റ്റാറ്റിക് ആയിട്ടുള്ള GK പഠിക്കാൻ കാണും. ഇത് കൂടാതെ നമുക്ക് ഈ പറഞ്ഞ കുറെ സബ്ജക്ട്സ് പഠിക്കാനുണ്ട്. ആൻഡ് ഇത് കൂടാതെ കറണ്ട് അഫയേഴ്സ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, നമുക്കിവിടെ അങ്ങനെ ഒരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് കൊടുക്കാറില്ല യൂഷ്വലി, എന്നുള്ളത് ഒരു വളരെ വാസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ. നമുക്ക് പഠിക്കാൻ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സയൻസ് ഏരിയ പഠിക്കണം, ലൈക്ക് നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ആ ഒരു ഏരിയാസ്. അതുപോലെ തന്നെ നമ്മുടെ ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, എക്കണോമിക്സ്, ഇങ്ങനെയുള്ള ഏരിയാസ് ഒക്കെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യണം, പഠിക്കണം. അത് കൂടാതെ നമ്മുടെ കറണ്ട് അഫയേഴ്സ്, നമ്മുടെ എസ്പെഷ്യലി എക്സാമിന് മുമ്പുള്ള ഒരു വർഷത്തെ കറണ്ട് അഫയേഴ്സ് നമ്മൾ നല്ലപോലെ നോക്കിയിട്ട് പോകണം. ഇത് കൂടാതെ നമ്മൾ സ്റ്റാറ്റിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, എസ്പെഷ്യലി നമ്മുടെ സബ്ജക്ട്സുമായിട്ട് തന്നെ കണക്ട് ചെയ്യുന്ന പോലെ തന്നെ എന്നാൽ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഇപ്പോൾ എയർപോർട്ട്സ് ആയാലും ശരി, നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ന്യൂസിലുള്ള നാഷണൽ പാർക്സ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ, കുറേ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആ ഒരു സിലബസിന്റെ അകത്ത് നമുക്ക് വരുന്നത്. ഇനി ഫൈനലി നമ്മുടെ പ്രിപ്പറേഷനിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളായിരിക്കും, കുറേ പേർക്കെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓൾറെഡി അറിയാം. നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ അകത്ത് കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതൊക്കെ തന്നെ. ഇനി ഫൈനലി നമ്മൾ ഇന്നത്തെ സെഷൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം, പ്രിപ്പറേഷനിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് അടുത്തൊരു 5 month പ്രിപ്പറേഷൻ നമ്മൾ കൊണ്ടുപോകുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു 5 month പ്രിപ്പറേഷനെ നമുക്കൊരു 4 ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. ആദ്യമേ ബേസിക് ഏരിയാസ് കവർ ചെയ്യുന്ന ഏരിയ, അതിനുശേഷം പിന്നെ അഡ്വാൻസ് പ്രാക്ടീസ്, അതിനുശേഷം നമ്മുടെ വീക്ക് ആയിട്ടുള്ള ഏരിയാസ് ഫോക്കസ് ചെയ്യുന്ന രീതിയിലും, അതിനുശേഷം നമ്മുടെ അത്യാവശ്യം ഇന്റൻസീവ് ആയിട്ടുള്ള പ്രാക്ടീസ്, ലൈക്ക് നമ്മുടെ എക്സാമിന് മുമ്പുള്ള ഒരു 1-2 മാസം ഫുൾ ഇന്റൻസീവ് മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, സ്കോർ കൂട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെയുള്ള രീതിയിൽ. അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെ വേണം എന്നുള്ളത് ഒരു ക്ലിയർ സ്റ്റഡി പ്ലാൻ ആയിട്ട് തന്നെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുവാണ്. ലൈക്ക് എന്താ പറയുക, ഒരു ജസ്റ്റ് ഒരു പ്രിപ്പറേഷൻ ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുന്നതിന് പകരം കുറച്ചുകൂടി എളുപ്പമായിരിക്കും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ, നമ്മളതൊരു പ്രോപ്പർ ഒരു സ്റ്റഡി പ്ലാൻ ആയിട്ട് തന്നെ കാണുമ്പോൾ. അപ്പോൾ നമുക്കതൊരു വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്കത് കാണാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബേസിക്സ് കവർ ചെയ്യുന്നത്. ബേസിക്സ് കവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന മെയിനായിട്ട് നമ്മുടെ ഏതൊക്കെ സബ്ജക്ട്സ് ഉണ്ട്, ആ സബ്ജക്റ്റിൽ ഏതൊക്കെ ടോപ്പിക്സ് ഉണ്ട്, ആ ടോപ്പിക്കിന്റെ ബേസിക് കൺസെപ്റ്റ്സ് ഒക്കെ കവർ ചെയ്യുക, ഫോർമുലാസ് കവർ ചെയ്യുക. അതിൻ്റെ ഒരു ഓവറോൾ നമ്മുടെ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് അല്ല നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്, അവിടുത്തെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ആ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ബേസിക്സ് നമുക്ക് എങ്ങനെ കവർ ചെയ്യാം എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ക്ലിയർ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് അവിടെ കാണാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ്, റീസണിങ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്, ഈ 4 ഏരിയാസ് ആണുള്ളത്. നിങ്ങൾക്കറിയാം എല്ലാത്തിൽ നിന്ന് 25 ക്വസ്റ്റ്യൻസ് വെച്ചാണ് നമുക്ക് വരുന്നത്. ഇനി എല്ലാ ടോപ്പിക്സിനെയും നിങ്ങൾ ആ സിലബസ് കണ്ടപ്പോൾ ഒരു പാരഗ്രാഫ് പോലാണ് കണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ കൊടുക്കുന്നത് അങ്ങനെ ഒരു പാരഗ്രാഫ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. പക്ഷേ നിങ്ങൾ പ്രിപ്പറേഷനിലേക്ക് വരുമ്പോൾ ആ ഒരു പാരഗ്രാഫിൻ്റെ അത് പലതും മിസ്സാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പലതിനെ ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കും, നമ്മളത് പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല. അപ്പം നിങ്ങൾക്കത് നല്ലപോലെ മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ആ ഒരു ടോപ്പിക്സിനെയൊക്കെ തന്നെ നല്ലപോലെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അത് നിങ്ങളുടെ പ്രിപ്പറേഷൻ അത് എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്കവിടെ കണ്ടതും കാണാത്തതുമായിട്ടുള്ള എല്ലാ ഏരിയാസും അവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബേസിക് പ്രിപ്പറേഷൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാ ഏരിയാസ് കവർ ചെയ്യുക, എല്ലാ സബ്ജക്ട്സിന്റെ ബേസിക് കൺസെപ്റ്റും നോളജ് ഒക്കെ ഗെയിൻ ചെയ്യുക. അത് കൂടാതെ തന്നെ നമ്മുടെ എക്സാമിന് എന്തൊക്കെയാണ് ചോദിക്കുന്നത് എന്നുള്ളത് നല്ലപോലെ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി ആ സബ്ജക്റ്റിൽ നിന്ന്, ആ ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിന് ഏറ്റവും എളുപ്പമുള്ള വഴി. അപ്പോൾ ജസ്റ്റ് ഞാൻ ആദ്യത്തെ ഈ ഒരു പേജ് ഒന്ന് നിങ്ങൾക്ക് ബ്രീഫ് ചെയ്ത് തരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ 4 സബ്ജക്ട്സിന് വേണ്ടി ഒരു ടൈം അലോട്ട് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മിക്കവാറും പേർക്കും ക്വാണ്ടിറ്റി ആപ്റ്റ് ആയിരിക്കും കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നത്. സോ അതിന് ഒരു 2 to 3 hours അലോട്ട് ചെയ്യാം. നിങ്ങൾ നല്ല സ്ട്രോങ് ആണ് ക്വാണ്ടിറ്റി ആപ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ടൈം കുറയ്ക്കാൻ ഡെഫിനറ്റ്ലി. അടുത്ത റീസണിംഗിലേക്ക് വരുമ്പോഴും നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു 2 hours നിങ്ങൾക്ക് അവിടെയും അലോട്ട് ചെയ്യുക. ലൈക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഒരു എന്താ പറയുക ഷെഡ്യൂൾ അനുസരിച്ച് നിങ്ങൾക്ക് ഈ ടൈം മാറ്റാവുന്നതാണ്. നിങ്ങളുടെ സ്ട്രോങ് ഏരിയാസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ആ ഒരു ടൈം മാറ്റാവുന്നതാണ്. ഇതിപ്പോൾ ഒരു റഫ് ആയിട്ടുള്ള ഒരു ടൈമാണ് നമ്മളോട് കൊടുത്തിരിക്കുന്നത്. മോസ്റ്റ്ലി ആൾക്കാർക്ക് വേണ്ടിയ ഒരു രീതിയിലുള്ള ഷെഡ്യൂളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ ഇംഗ്ലീഷിലേക്ക് വരുമ്പോഴും ഒരു 1.5 മണിക്കൂർ തൊട്ട് 2 മണിക്കൂറും, അതുപോലെ നമ്മൾ ജനറൽ അവയർനെസ്സിലേക്ക് വരുമ്പോൾ ഒരു 1.5 മണിക്കൂർ തൊട്ട് 2 മണിക്കൂർ നമ്മൾ അതിന് അലോട്ട് ചെയ്യാം. ഇനി നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു day 1, day 2, day 3 എന്നുള്ള രീതിയിലാണ് നമ്മൾ അത്
വെച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ആ ഒരു പ്രിപ്പറേഷൻ നല്ലപോലെ ഫോക്കസ് ചെയ്യുന്ന രീതിയിലും നല്ലപോലെ മനസ്സിലാക്കി ആ ഒരു നിങ്ങൾക്ക് എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു അന്ന് തൊട്ട് നിങ്ങളുടെ ഡേ 1 എന്നൊരു ആംഗിളിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡിലേക്ക് ഒന്ന് വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നേരത്തെ നമ്മൾ ആ സിലബസ് കണ്ട സമയത്ത് അതിൻ്റെ അകത്ത് ഇല്ലാത്ത ചില വാക്കുകളായിരുന്നു നമ്മുടെ സിംപ്ലിഫിക്കേഷൻ, HCF, LCM ഇങ്ങനെയുള്ള ഏരിയാസ് നമ്മളോട് കണ്ടിട്ടില്ലായിരുന്നു. അതുപോലെ പൈപ്സ് ആൻഡ് സിസ്റ്റം, ട്രെയിന്, ബോട്ട് ആൻഡ് സ്ട്രീം. പക്ഷെ ഇതൊക്കെ അവിടെ തന്നെ വേറെ ടോപ്പിക്സിന്റെ അകത്ത് വരുന്നതോ വേറെ ടോപ്പിക്സിന്റെ കൂടെ ചേർത്ത് പറയുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ ടോപ്പിക്സിനൊക്കെ വളരെ നല്ലപോലെ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സിംപ്ലിഫിക്കേഷൻ, നമ്പർ സിസ്റ്റം, HCF, LCM, ആവറേജ്, പെർസെന്റേജ്. അപ്പൊ പേഴ്സണൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻറ്റ്, കുറച്ചുകൂടി വലിയ ടോപ്പിക് ആയതുകൊണ്ട് നമ്മൾ അതിന് എക്സ്ട്രാ ഒരു വൺ ഡേ കൂടി എക്സ്ട്രാ അലോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ റേഷ്യോ പ്രൊപ്പോർഷനും നമ്മൾ ഒരു എക്സ്ട്രാ 1 ഡേ അലോട്ട് ചെയ്തിട്ടുണ്ട്. ഏജസ്, പാർട്ട്ണർഷിപ്പ്, ടൈം ഓഫ് വർക്ക്, പൈപ്സ് ആൻഡ് സിസ്റ്റം, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ട്രെയിൻ, ബോട്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ്. അഗെയിൻ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒരു ഡേ കൂടി. സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ടിന്റെ കോമ്പിനേഷൻ ക്വസ്റ്റ്യൻസ്, കുറച്ചുകൂടി വലിയ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അഗെയിൻ ഒരു 1 ഡേ മോർ. അപ്പോൾ അങ്ങനെ ആണ് നമ്മൾ ആ ടോപ്പിക്സിനെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. തീർന്നിട്ടില്ല, ഇനിയും താഴോട്ടുണ്ട്, നമുക്ക് അത് നോക്കാം. ഇനി അതേപോലെ റീസണിംഗിലേക്ക് വരുമ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും. റീസണിംഗിന്റെ ടോപ്പിക്സിനെ ഞാൻ എല്ലാ ടോപ്പിക്കിനെയും വായിക്കുന്നില്ല, നിങ്ങൾക്കത് കാണാൻ പറ്റും. റീസണിംഗിന്റെ ടോപ്പിക്സിനെയും പ്രോപ്പർലി നിങ്ങൾക്ക് ഡേ ബൈ ഡേ ആയിട്ട് അതിനെ നമ്മൾ ഓരോ ഡേ ആയിട്ട് തന്നെ അലോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഡയറക്റ്റ്ലി ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഗ്രാമർ ഏരിയ നല്ലപോലെ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ ഗ്രാമർ ഏരിയ നമ്മൾ നല്ലപോലെ ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ നിന്ന് വരുന്ന ടോപ്പിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതാണ് ഗ്രാമർ ഏരിയ, ലൈക്ക് ആർട്ടിക്കിൾ, നൗൺ, പ്രൊനൗൺ, വെർബ്, അഡ്വർബ്, അഡ്ജക്റ്റീവ്സ്, അതുപോലെ കൺജക്ഷൻസ്, പ്രിപ്പോസിഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത്. വൺസ് അത് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ഇംഗ്ലീഷിന്റെ ശരിക്കുള്ള ടോപ്പിക്സിലേക്ക് മൂവ് ചെയ്യേണ്ടത്. അതിനുശേഷം ഇനി ബാക്കിയുള്ള ഏരിയ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജനറൽ അവയർനെസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞ ജനറൽ അവയർനെസ് ഒരു വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ. അപ്പൊ നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഓരോ ഡേ സബ്ജക്ട്സിന് വേണ്ടി അലോട്ട് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഡേ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, പൊളിറ്റി, എക്കണോമിക്സ്, ജോഗ്രഫി, ഹിസ്റ്ററി, ആർട്സ് ആൻഡ് കൾച്ചർ, കറണ്ട് അഫയേഴ്സ്, നേരത്തെ പറഞ്ഞ സ്റ്റാറ്റിക് ആയിട്ടുള്ള മിസ്ലീനിയസ് ആയിട്ടുള്ള ഏരിയാസിന് വേണ്ടി ഒരു ഡേ. അപ്പൊ അങ്ങനെ ഒരു 10 ഡേയ്സ് നിങ്ങൾ ഇതിനു വേണ്ടി അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ 10 ഡേയ്സ് വെച്ച് പിന്നെ എന്ത് ചെയ്തുകൊണ്ടേ ഇരിക്കുക, റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം ഫിസിക്സ് പഠിച്ച് തീരത്തില്ല. അപ്പൊ നമ്മളത് കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമ്മൾ വൺസ് കംപ്ലീറ്റ് ചെയ്താലും അത് വീണ്ടും റിവൈസ് ചെയ്താൽ മാത്രമേ നമുക്കത് ഓർത്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ. സോ അതിന് വേണ്ടി നമ്മൾ ആ ഡേയ്സ് പ്രോപ്പർലി ഒരു 10 ഡേയ്സ് വെച്ച് അലോട്ട് ചെയ്തേക്കാം. ഇനി നമ്മൾ ഈ ഒരു സബ്ജക്ട്സ് ഒക്കെ തന്നെ തീർത്ത് പോകുമ്പോൾ തന്നെ അതിന്റെ കൂടെ ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്, നമ്മൾ ജസ്റ്റ് ആ സബ്ജക്ട്സ് കവർ ചെയ്താൽ മാത്രം പോരാ, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത്. ലൈക്ക് എക്സാമിൽ ഏറ്റവും ചോദിച്ചുള്ളത് ഏതാണ്, ഒരു സബ്ജക്ട് എടുത്താൽ പോലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ നിന്ന് പെർസെന്റേജ് എടുത്താൽ പോലും ആ പെർസെന്റേജിൽ ഏത് ഏരിയ ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാവണം. സോ അത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി ഒരു സമയം മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കണം. അത് പിന്നായിരിക്കില്ല ചെയ്യുന്നത്, നമ്മൾ ഇത് ചെയ്യുമ്പോൾ തന്നെ ഇതിന്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നോക്കാൻ ട്രൈ ചെയ്യണം. അപ്പൊ നമുക്ക് ആ പഠിച്ച ഏരിയാസിന്റെ പഠിച്ച ഏരിയ കുറച്ചുകൂടി മനസ്സിലാക്കാനും നമ്മളത് ഹെൽപ്പ് ചെയ്യും. അതുകൂടാതെ തന്നെ അവിടുന്ന് എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത്, ഏതാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനും നിങ്ങളത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ടൈം പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഏരിയക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തും ടൈം കൊടുത്തും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ നല്ലപോലെ അത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പറേഷൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി എന്ന് വിശ്വസിക്കുന്നു. സോ അതിനുവേണ്ടിയാണ് ഈ ഒരു സ്റ്റഡി പ്ലാനെ കുറച്ച് അധികം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അഗൈൻ ഇതും ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നിങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടി നിങ്ങൾക്കത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് പ്രിപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യാം. ഇനി ഇത് തീർന്നില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് ഇനിയും നമ്മളോട് കണ്ടിന്യൂഷൻ ഉണ്ട്. നമ്മൾ പറഞ്ഞ പോലെ ടോപ്പിക്സ് തീർന്നിട്ടില്ല, വീണ്ടും അതിന്റെ റിമൈനിങ് നമ്മളിപ്പോൾ കണ്ട ബേസിക് പ്രിപ്പറേഷനിൽ തന്നെ റിമൈനിങ് ടോപ്പിക്സ് ആണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കളർ കൊടുത്തേക്കുന്നത് നിങ്ങൾ ക്ലിയർലി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ടോപ്പിക്സ് റിപ്പീറ്റ് ആവുന്നതിനെ കുറിച്ച്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ടോപ്പിക്സ് കൂടാതെ പിന്നെ നമുക്ക് മാത്സിൽ വരുന്ന ഏരിയാസ് ആണ് ഡാറ്റ ഇന്റർപ്രിറ്റേഷൻ, ഓൾജബ്ര. അതൊരു വലിയ ടോപ്പിക്കാണ്. സോ നമുക്കത് ഒരു ഡേ കൊണ്ടൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് അതിന്റെ ഒരു ഐഡിയാസ് എല്ലാം തന്നെ ഒന്ന് നോക്കാനും അത്യാവശ്യം ഒരു 50 to 100 ക്വസ്റ്റൻസ് ചെയ്ത് നോക്കാനും നമുക്ക് ഒരു 3 days എങ്കിലും ടൈം വേണം. അതുപോലെ തന്നെയാണ് ട്രിഗ്നോമെട്രി, മെൻസ്ട്രേഷൻ, ജോമെട്രി വളരെ വലിയൊരു ടോപ്പിക്കാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മളോട് കുറച്ചുകൂടി സമയം കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ വൺസ് നിങ്ങൾ ഇത് ഇത്രയും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഏതെങ്കിലുമൊക്കെ പെൻഡിങ് ഏരിയാസോ പെൻഡിങ് ടോപ്പിക്സോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് റിമൈനിങ് ഒന്നുകൂടി കവർ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഏരിയ ഒന്നുകൂടി നോക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി കവർ ചെയ്തെങ്കിൽ ഒന്നുകൂടി നോക്കാൻ വേണ്ടി ബാക്കിയുള്ള റിമൈനിങ് കുറച്ച് ദിവസം കൂടി നിങ്ങൾ അതിനു വേണ്ടി അലോട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് വീക്ക് ആയിട്ടുള്ളതോ റിവൈസ് ചെയ്യണമെങ്കിലോ വിട്ടുപോയിട്ടുള്ള ഏതെങ്കിലും ഏരിയാസ് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും കുറച്ച് ദിവസം കൂടി കിട്ടുന്നുണ്ട്. സോ ആദ്യത്തെ ഒരു 45 days എന്ന് പറഞ്ഞാൽ ഒരു 1.5 മാസവും നമുക്ക് വേണമെങ്കിൽ പറയാം. ലൈക്ക് നമുക്ക് ഇപ്പം പറയുവാണെങ്കിൽ ടിൽ നമ്മുടെ ജനുവരിയുടെ എൻഡ് എന്ന് നമുക്ക് പറയാം. ടിൽ നമ്മുടെ ജനുവരിയുടെ എൻഡിന്റെ അകത്ത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക,
ഈ ഒരു ഏരിയാസ് എല്ലാം നല്ലപോലെ കവർ ചെയ്യാൻ നോക്കുക. കവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതിന്റെ ആ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ കവർ ചെയ്യാൻ നോക്കുക. സെയിം ബാക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ആ ഒരു റീസണിലേക്ക് വരുമ്പോൾ നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഒന്നുകൂടി കവർ ചെയ്യാനുള്ള സമയം കിട്ടുന്നുണ്ട്. പിന്നെ ലാസ്റ്റിൽ ഒരു 3 days പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഏതെങ്കിലും വിട്ടുപോയിട്ടുള്ള ഏരിയ നിങ്ങൾക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. ആൻഡ് സെയിം ഇംഗ്ലീഷിൽ നമ്മൾ പറയുമ്പോഴും ഇംഗ്ലീഷിൽ ഇവിടത്തോടെ നമ്മുടെ ഇംഗ്ലീഷ് ഓൾമോസ്റ്റ് ഒരു 25 days ആകുമ്പോൾ തന്നെ നമ്മുടെ ഇംഗ്ലീഷിന്റെ ഏരിയാസ് ഏകദേശം നമുക്കൊന്ന് കവർ ആവും. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ ഏറ്റവും വലുതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസിനെ ഒരു 2 വട്ടം കൂടി നോക്കാനുള്ള സമയം നിങ്ങൾക്ക് അവിടെ വീണ്ടും കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും വീണ്ടും കളർ മാറ്റി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി. ആൻഡ് ഓൾറെഡി നമ്മൾ ജനറൽ അവയർനെസിന്റെ ഏരിയ നമ്മൾ പറഞ്ഞു. അവിടെ നമുക്ക് പ്രത്യേകിച്ച് എന്താ പറയുക, അവിടെ നമുക്ക് ഇതേപോലെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മൾ അതൊരു വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് പ്രിപ്പറേഷൻ വേണം ആ ഒരു ജനറൽ അവയർനെസ്സിൽ. സോ അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10 days വെച്ച് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടേ ഇരിക്കുക, റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമ്മളൊരു 45 days എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്കൊരു 4 days ഒരു സബ്ജക്റ്റിന് വേണ്ടി മാറ്റി വെക്കാൻ കിട്ടും. ഏതെങ്കിലും സബ്ജക്റ്റ് പെട്ടെന്ന് തീരുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേറെ സബ്ജക്ട്സ് കവർ ചെയ്യാൻ വേണ്ടി ബാക്കിയുള്ള ടൈം യൂസ് ചെയ്യാം. സോ ഇങ്ങനെ ഒരു 45 days, ആദ്യത്തെ ഒരു 45 days ടിൽ ജനുവരി എൻഡ്, നമ്മളിപ്പം വെച്ച് പറയുന്നത് ടിൽ ഒരു ജനുവരി എൻഡ്, ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക, നമ്മുടെ ഏരിയാസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ മറന്നുപോലെ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കവർ ചെയ്ത് ആ സബ്ജക്ട്സ് ഏതൊക്കെയാണ്, ഏതൊക്കെ ടോപ്പിക്കാണ്, ഏതൊക്കെയാണ് അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് എന്നുള്ളതൊക്കെ ക്ലിയർലി ഐഡന്റിഫൈ ചെയ്ത് മനസ്സിലാക്കി ആ ഒരു ഏരിയാസ് ഒക്കെ കവർ ചെയ്യുക. വൺസ് അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു 45 days കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യുന്നത് ഇതിന്റെ അഡ്വാൻസ് പ്രാക്ടീസിലേക്കാണ്. അപ്പൊ അഡ്വാൻസ് പ്രാക്ടീസ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഓൾറെഡി ബേസിക് കൺസെപ്റ്റും ആ ഒരു ഏരിയാസ് ഒക്കെ തന്നെ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ പഠിച്ച ഏരിയാസിന്റെ തന്നെ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, റിവിഷൻ, ഏതെങ്കിലും മിസ്സായിട്ടുള്ള ഏരിയാസ് ഉണ്ടെങ്കിൽ ഒരു കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടെങ്കിൽ അത് കവർ ചെയ്യുക. മേ ബി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ Tier 2 പ്രിപ്പറേഷൻ കൂടി ഇതിലേക്ക് കൊണ്ടുവരാം. ലൈക്ക് Tier 2 നമുക്കറിയാം നമ്മൾ പഠിച്ച അതേ ഏരിയാസ് തന്നെയാണ് ചോദിക്കാൻ പോകുന്നത്, പക്ഷെ കുറച്ചുകൂടി ബെറ്റർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു സമയത്ത് നമ്മുടെ Tier 2 ലെവൽ ഓഫ് പ്രിപ്പറേഷൻ കൂടി നമുക്ക് ഇതിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ പഠിച്ച ഏരിയാസിന് തന്നെ റിവിഷനും അറ്റ് ദ സെയിം ടൈം അതിന്റെ ഹയർ ലെവൽ ക്വസ്റ്റ്യൻസും ഓക്കെ, നമുക്ക് നേരത്തെ പോലെ ഹയർ Tier 2 ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസും ഒക്കെ തന്നെ നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് എന്ത് ചെയ്യാം, പ്രിപ്പറേഷനിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് അതും പ്രിപ്പയർ ചെയ്യാം ഇതിന്റെ കൂടെ തന്നെ. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിൻലി ഇപ്പോൾ Tier 1 തന്നെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ Tier 1 വരുമ്പോൾ നമ്മൾ അഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞ ടൈമിനെ തന്നെയൊക്കെ ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ നമുക്ക് അഗെയിൻ നിങ്ങൾക്ക് ഏത് ടോപ്പിക്സാണ് കൂടുതൽ സ്ട്രോങ് ആ ടോപ്പിക്സിന് കുറച്ച് സമയം കൊടുത്തുകൊണ്ട് കൂടുതൽ വീക്ക് ആയിട്ടുള്ള ടോപ്പിക്സിന് കുറച്ചുകൂടി സമയം കൊടുത്ത് നമ്മൾ ആ ഒരു നേരത്തെ പറഞ്ഞ ടോപ്പിക്സിനെയൊക്കെ തന്നെ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു അടുത്ത ലെവൽ ഓഫ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ പറയുമ്പോൾ എഗെയിൻ എന്ത് ചെയ്യുക, നിങ്ങൾ എല്ലാ ടോപ്പിക്സിനും വേണ്ടി ഓരോ ദിവസം മാറ്റി വെക്കുക. നമ്മൾ ഓൾറെഡി പഠിച്ച കൺസെപ്റ്റിന്റെ ഒക്കെ കൂടുതൽ അഡ്വാൻസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ റീസണിംഗും സെയിം, നമ്മൾ നേരത്തെ ഒരു വളരെ വലിയൊരു ലിസ്റ്റ് കണ്ടെങ്കിൽ ഇപ്പോൾ ആ ലിസ്റ്റിനെ കുറച്ചുകൂടി ഒന്ന് റെഡ്യൂസ് ചെയ്യുക. ലൈക്ക് ഒരേപോലത്തെ ടോപ്പിക്സിനൊക്കെ ഒരുമിച്ച് കൊണ്ടുവരിക. ലൈക്ക് നമ്പർ സീരീസ്, ആൽഫബറ്റ് സീരീസ്, അതുപോലത്തെ ഫിഗേഴ്സിന്റെ സീരീസ്, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരിക. ലൈക്ക് ഇപ്പോൾ പേപ്പർ ഫോൾഡിങ്, പേപ്പർ കട്ടിങ്, ഫിഗർ കൗണ്ടിങ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒരുമിച്ച് കൊണ്ടുവരിക. അങ്ങനെ ടോപ്പിക്സിനെ ഒന്നുകൂടി ഒന്ന് കമ്പൈൻ ചെയ്ത് ഒരേപോലത്തെ ടോപ്പിക്സിനൊക്കെ ഒന്നുകൂടി കമ്പൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ആ ഒരു നമ്പർ ഓഫ് ടോപ്പിക്സിനെ കുറച്ചുകൂടി ഒന്ന് ചെറുതാക്കിയിട്ട്, നമുക്ക് ഒരു വലിയ ലിസ്റ്റിനേക്കാളും എളുപ്പമായിരിക്കും ചെറിയൊരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ചെറുതാക്കിയിട്ട് നിങ്ങൾ ആ പ്രിപ്പറേഷൻ കൊണ്ടുപോകുക. അതുപോലെ തന്നെ സെയിം ഇംഗ്ലീഷിലും നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് എല്ലാം തന്നെ ലിസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. നല്ല ബുക്സ് യൂസ് ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക, നല്ല മെറ്റീരിയൽസ് യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക, നല്ല നല്ല സൈറ്റുകൾ ഫോളോ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. സോ അങ്ങനെയുള്ള പ്രാക്ടീസ് കൊണ്ടുപോകുക. ആൻഡ് നമ്മൾ ജനറൽ അവയർനെസ്സിൽ ഓൾറെഡി നേരത്തെ പറഞ്ഞത് തന്നെ ഒരു മാറ്റവും ഇല്ല. 1.5 to 2 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ടൈം ഫിക്സഡ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് അതിന് വേണ്ടി തന്നെ മാറ്റി വെക്കുക. അതിൽ ഒരു മാറ്റവും വരാൻ പാടില്ല. ബിക്കോസ് ഈവൻ നമ്മുടെ ഈ ഒരു ഏരിയ നമ്മുടെ ഒരുപാട് പേരുടെ റാങ്ക് ഡിസൈഡ് ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണ്. എന്നിട്ട് ഇവിടുന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പം നമ്മുടെ മാത്സിനൊക്കെ വരുന്ന ഏരിയാസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു പ്രിപ്പയർ ആയിട്ടുള്ള എല്ലാവരും എഴുതും. പക്ഷെ ജനറൽ അവയർനെസ് എന്ന് പറയുമ്പോൾ അവിടെ കുറച്ചുകൂടി ഒരു ലക്ക് ഫാക്ടർ വരുന്നുണ്ട്. നമ്മൾ നോക്കിയ ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരണം, നമുക്ക് നോക്കിയ ഏരിയാസ് നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കണം. ഓക്കെ, ചിലർ അത് മറന്നു പോകും റിവൈസ് പ്രോപ്പർലി ചെയ്തിട്ടില്ലെങ്കിൽ. പക്ഷെ ഓർമ്മയുള്ളവർക്ക് നല്ലപോലെ എഴുതാൻ പറ്റും. സോ ഡെഫിനറ്റ്ലി ഒരു ഡിസൈഡിങ് ഫാക്ടറാണ് നമ്മുടെ ഈ ഒരു ഇംഗ്ലീഷ് ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ജനറൽ അവയർനെസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ ബേസിക് പ്രാക്ടീസ് കൊണ്ടുപോയ സമയത്ത് നമ്മൾ എന്താ ചെയ്തത്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് വർക്ക്ഔട്ട് ചെയ്തത്. പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഇനി എന്ത് ചെയ്ത് തുടങ്ങണം, നിങ്ങളുടെ സെക്ഷണൽ മോക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. സെക്ഷണൽ മോക്ക് ടെസ്റ്റ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? സെക്ഷണൽ മോക്ക് ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഡെയിലി ഏതെങ്കിലും ഒരു ടോപ്പിക് പ്രിപ്പയർ ചെയ്യുന്ന കൂടാതെ തന്നെ നിങ്ങളുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ മാത്രമായിട്ടുള്ള സെക്ഷൻ, ആ ഒരു സെക്ഷന്റെ മാത്രമായിട്ടുള്ള മോക്ക് ടെസ്റ്റ് വരും. അപ്പോൾ ആ ഒരു മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ 25 ക്വസ്റ്റ്യൻ കാണും. ഒരു 15 മിനിറ്റ് അലോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ആ ടൈമിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ആ 15 മിനിറ്റ് മാത്രമേ എടുക്കത്തുള്ളൂ. ആ 15 മിനിറ്റിൻ്റെ അകത്ത് നിന്നുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടൈമിന്റെ ഉള്ളിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഏതൊക്കെയാണ് ഫ്രീക്വന്റ് ആയിട്ട് നിങ്ങൾക്ക് മിസ്സാവുന്ന ടോപ്പിക്സ്,
ടോപ്പിക്സ്, ചെയ്യാൻ പറ്റാത്ത വരുന്ന ടോപ്പിക്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സമയം എടുക്കുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ ക്ലിയർലി ഐഡന്റിഫൈ ചെയ്യാനും നിങ്ങളുടെ ആ സെക്ഷൻസിലെ സ്കോർ കൂട്ടിയെടുക്കാനും. ഓക്കെ, സെക്ഷൻസിൽ വീക്ക് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യാൻ, സ്ട്രോങ് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യാൻ, ലാഗ് ആകുന്ന ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യാൻ, അതുപോലെ അവിടുത്തെ സ്കോർ കൂട്ടിയെടുക്കാൻ നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്രത്തോളമായി എന്നുള്ളത് മനസ്സിലാക്കാനൊക്കെ നിങ്ങളെ എന്ത് ഹെൽപ്പ് ചെയ്യും, ഈ സെക്ഷണൽ മോക്ക് ടെസ്റ്റ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അവിടെ അത് 1 to 2 hours എന്ന് കൊടുത്തേക്കുന്നതിന്റെ റീസൺ ഇത്രയേ ഉള്ളൂ. 15 മിനിറ്റ് ടെസ്റ്റും ബാക്കി ഒരു 15 to 20 മിനിറ്റ് വിട്ടുപോയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സമയം. അപ്പോൾ അതിന് ഇപ്പം ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡിന് എടുക്കുന്ന ഒരു സമയം ആയിരിക്കത്തില്ല ജനറൽ അവയർനെസിന് എടുക്കുന്നത്. ജനറൽ അവയർനെസിന് നമുക്ക് ഈ പറയുന്ന 25 ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് 15 മിനിറ്റ് വേണ്ട. അവിടെ മിക്കവാറും നമുക്ക് ആ ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ അലോട്ട് ചെയ്യുന്ന ടൈം തന്നെ 10 മിനിറ്റ് ആയിരിക്കും. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു 15 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യാം, മിസ്സായ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കാൻ പറ്റും. സെയിം ഇംഗ്ലീഷിലും നമുക്കിപ്പോൾ ഒരു 25 ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ അലോട്ട് ചെയ്യുന്ന സമയം 10 മിനിറ്റോ 15 മിനിറ്റോ ആയിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിൻ്റെ അകത്ത് നിന്നുകൊണ്ട് അത് ചെയ്തതിനു ശേഷം റിമൈനിങ് ടൈം എന്തിനു വേണ്ടി കൂടി യൂസ് ചെയ്യുക, റിവ്യൂ ചെയ്യാൻ യൂസ് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോക്ക് ചെയ്താൽ മാത്രം പോരാ, മിസ്സായ ക്വസ്റ്റ്യൻസ് റിവ്യൂ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ മാത്രമേ നമുക്ക് എവിടെ മിസ്സാവുന്നത്, ഏത് കൺസെപ്റ്റാണ് വീക്ക് എന്നുള്ളത് കൂടി നമുക്ക് ക്ലിയർലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ വീക്ക് ആയിട്ടുള്ള ഏരിയാസ് മനസ്സിലാക്കാനും അത് ഇംപ്രൂവ് ചെയ്തെടുക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. സോ ഇങ്ങനെയാണ് നമ്മൾ പിന്നെ ഒരു അഡ്വാൻസ് പ്രാക്ടീസ് സമയത്ത് നമ്മൾ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അതും നമുക്ക് ഏകദേശം ഒരു 45 days തന്നെ കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ പറ്റും അതേ സെയിം കളേഴ്സ് ചേഞ്ച് ചെയ്ത് നമ്മൾ ഇട്ടേക്കുന്നത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് തന്നെ നമ്മൾ 2 വട്ടം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ അവസാനം അതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സിനെ വീണ്ടും ഒരു വട്ടം കൂടി റിപ്പീറ്റ് ചെയ്യാനുള്ള സമയം കിട്ടുന്നുണ്ട്. സോ നെക്സ്റ്റ് ഒരു 45 days എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ജനുവരി അവസാനത്തോടെ നമ്മൾ ഈ ടോപ്പിക്സ് ഒക്കെ ബേസിക്സ് ഒക്കെ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫെബ്രുവരി മാർച്ച് പകുതി, ഒരു മാർച്ച് 15 അകത്ത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് ഒന്നുകൂടി അഡ്വാൻസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് തീർക്കാം. അപ്പോൾ റീസണിലേക്ക് വന്നാലും നിങ്ങൾക്ക് ഒരു ഏകദേശം 3 വട്ടം എങ്കിലും നിങ്ങൾക്ക് അത് റിവൈസ് ചെയ്യാനുള്ള സമയം കിട്ടുന്നുണ്ട്. ഇംഗ്ലീഷിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ഏകദേശം അതൊരു 2, 3, 4 ഏകദേശം ഒരു 3 to 4 ടൈംസ് റിവൈസ് ചെയ്യാനുള്ള ടൈം നിങ്ങൾക്ക് എവിടെയും കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ഈ ഒരു ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് 4 to 5 ടൈംസ് റിവൈസ് ചെയ്യാനുള്ള സമയം. ആൻഡ് ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുക. ആൻഡ് സെക്ഷണൽ മോക്ക് ടെസ്റ്റും ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുക. 2 മണിക്കൂർ, അത് ഓരോ അരമണിക്കൂർ വെച്ച് ഈ 4 ടോപ്പിക്സിന് വേണ്ടി സെക്ഷൻസിന് വേണ്ടി മാറ്റി വെക്കുക. അരമണിക്കൂറിൽ 15 മിനിറ്റ് ടെസ്റ്റും അല്ലെങ്കിൽ 10 to 15 മിനിറ്റ് ടെസ്റ്റും ബാക്കി 15 to 20 മിനിറ്റ് അതിന്റെ റിവ്യൂ എന്ന റാങ്കിൽ തന്നെ ചെയ്തു പോവാം. വൺസ് ഇതും കംപ്ലീറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വരുന്ന ഫ്യൂ ഡേയ്സ് നമുക്ക് നമ്മുടെ വീക്ക് ആയിട്ടുള്ള ഏരിയാസ് ഫോക്കസ് ചെയ്യാനും, നമ്മൾ ഈ അഡ്വാൻസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വീക്ക് ആയിട്ടുള്ള ഏരിയാസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും, നമ്മൾ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നാലും പിന്നെയും വരുന്ന ആ ഒരു നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീക്ക് ആയിട്ടുള്ള ഏരിയാസ് ഫോക്കസ് ചെയ്യാനും നമ്മുടെ സ്കോർ ഇംപ്രൂവ് ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ ഫുൾ മോക്ക് ടെസ്റ്റ്, നമ്മൾ ഇതുവരെ സെക്ഷണൽ മോക്ക് ടെസ്റ്റ് നിൽക്കുന്നേ ഉള്ളൂ. നമ്മൾ ടോപ്പിക് വൈസ് ചെയ്തു, സെക്ഷണൽ മോക്ക് ടെസ്റ്റ് ചെയ്തു, ഇനി നമ്മൾ ഫുൾ മോക്ക് ടെസ്റ്റ് കൂടി ചെയ്യേണ്ട സമയം. എന്നാൽ മാത്രമേ നമുക്ക് ഈ 1 മണിക്കൂറിന്റെ അകത്ത് ഇതെല്ലാം കൂടി ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് കൂടി മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. സോ നമ്മുടെ വീക്കർ ഏരിയ ഫോക്കസ് സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, ഡെയിലി 2 ഫുൾ മോക്ക് ടെസ്റ്റ് ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ട് കീപ്പ് ചെയ്യുക. 2 ഫുൾ മോക്ക് ടെസ്റ്റ് ചെയ്യുക. ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യാൻ 1 മണിക്കൂറും പിന്നെ അതിന്റെ റിവ്യൂ ചെയ്യാൻ ഒരു അരമണിക്കൂർ തൊട്ട് 3/4 മണിക്കൂറും മാറ്റി വെക്കുക. അങ്ങനെ ഡെയിലി 2 ഫുൾ മോക്ക് ടെസ്റ്റ് ചെയ്യുക. അത് കൂടാതെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഫുൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് വീക്ക് ആയിട്ടുള്ള ഏരിയാസ് മനസ്സിലാവും. സ്റ്റിൽ വീക്ക് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ്, വീക്ക് ആയിട്ടുള്ള സെക്ഷൻസ് ഏതൊക്കെയാണ്, ലൈക്ക് മാത്സ് ആണോ റീസണിങ് ആണോ അങ്ങനെയുള്ളത്, അത് മനസ്സിലാക്കിയതിനു ശേഷം അത് ഈ വീക്ക് ആയിട്ടുള്ള ഏരിയാസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക, ഒരു സമയം മാറ്റി വെക്കുക. ചാപ്റ്റേഴ്സ് കൺസെപ്റ്റ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ ഒരു 2 മണിക്കൂർ മാറ്റി വെക്കുക. ഇത് കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നിങ്ങൾ സെക്ഷണൽ മോക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സെക്ഷണൽ മോക്ക് ടെസ്റ്റ് ചെയ്യാൻ പറയുന്നത് എല്ലാ ഏരിയയുടെയും അല്ല, നമ്മൾ ഓൾറെഡി ഫുൾ മോക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ഏരിയയുടെയും സെക്ഷണൽ മോക്ക് ടെസ്റ്റ് ചെയ്യേണ്ട. ആ സെക്ഷണൽ മോക്ക് ടെസ്റ്റ് ഏത് മാത്രം ചെയ്താൽ മതി, നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങളുടെ റീസണിങ് വീക്ക് ആണെങ്കിൽ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് വീക്ക് ആണെങ്കിൽ ആ ഏരിയയുടെ മാത്രം എന്ത് ചെയ്താൽ മതി, നിങ്ങൾ സെക്ഷണൽ മോക്ക് ടെസ്റ്റ് ചെയ്താൽ മതി. സോ ആ സെക്ഷണൽ മോക്ക് ടെസ്റ്റ് നിങ്ങൾ നല്ലപോലെ ചെയ്യുക. ഇപ്പം എനിക്ക് മാത്സ് വീക്കാണ്, ഇംഗ്ലീഷ് വീക്കാണ്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, മാത്സും ഇംഗ്ലീഷിനെയും മാത്രം സെക്ഷണൽ മോക്ക് ടെസ്റ്റ് ചെയ്യും. എന്ത് കൂടാതെ എൻ്റെ ഫുൾ മോക്ക് ടെസ്റ്റ് കൂടാതെ, ഫുൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും എനിക്കത് ക്ലിയർലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ഏത് സെക്ഷനാണ് ഏറ്റവും കൂടുതൽ വീക്ക് എന്നുള്ളത്. അപ്പോൾ 2 ഫുൾ മോക്ക് ടെസ്റ്റ്, നമ്മുടെ വീക്കായിട്ടുള്ള ടോപ്പിക്സും ചാപ്റ്റേഴ്സിന് വേണ്ടി ആ ഒരു വീക്കായിട്ടുള്ള ഏരിയ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഒരു സമയം മാറ്റി വെക്കുക. നമ്മുടെ വീക്കായിട്ടുള്ള സെക്ഷൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി സെക്ഷണൽ മോക്ക് ടെസ്റ്റിന് വേണ്ടി സമയം മാറ്റി വെക്കുക. അപ്പോൾ അത് ഒരു 1 hour മതി. ഇവിടെ ഒരു 2 hour or 1 to 2 hour, ആൻഡ് ഇവിടെ നമുക്കൊരു 1.5 വെച്ച്. ആൻഡ് നേരത്തെ പറഞ്ഞ നമ്മുടെ ജനറൽ അവയർനെസിന്റെ ഏരിയ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ 1.5 തൊട്ട് 2 മണിക്കൂർ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുക, ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലാതെ. ആൻഡ് നിങ്ങൾക്ക് ഇത് അഗെയിൻ ഒരു 30 days കൊണ്ടുപോകാം. നമ്മുടെ ഈ പറയുന്നൊരു നമ്മൾ നേരത്തെ മാർച്ച് പകുതി വരെ എന്നാണ് പറഞ്ഞത്, ആ മാർച്ച് പകുതി തൊട്ട് ഒരു ഏപ്രിൽ പകുതി വരെ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം. ബൈ ദാറ്റ് ടൈം ആ ഒരു
ഏപ്രിൽ പകുതിയൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു സീസണിന്റെ നോട്ടിഫിക്കേഷൻ വരും. ബൈ ദാറ്റ് ടൈം നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? മോക്ക് ടെസ്റ്റ് അടക്കം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ആൻഡ് ഫൈനലി വൺസ് ഇതും കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്ന് ആ ഏപ്രിൽ 22 ആണ് ഇപ്പം കൊടുത്തിരിക്കുന്ന ഡേറ്റ്. സോ ആ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ഫുൾ മോക്ക് ടെസ്റ്റിലേക്ക് മാറുക. ഈ അന്ന് തൊട്ട് നിങ്ങളുടെ എക്സാം എന്നാണോ നടക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരുന്ന ആ ഡേ തൊട്ട്, നിങ്ങളുടെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആവുന്ന ആ ഡേ തൊട്ട് നിങ്ങൾ ഇന്റൻസീവ് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുക. ഡെയിലി എന്ത് ചെയ്യുക? 3 ഫുൾ മോക്ക് ടെസ്റ്റ് ചെയ്യുക. അത് നല്ലപോലെ റിവ്യൂ ചെയ്യുക. നിങ്ങളുടെ ഏതെങ്കിലും വീക്ക് ആയിട്ടുള്ള ഏരിയസ് ഉണ്ടെങ്കിൽ അത് നോക്കാൻ വേണ്ടി ഒരു കുറച്ച് സമയം, നമുക്ക് നേരത്തെ പോലെ 2 മണിക്കൂറൊന്നും വേണ്ടായിരിക്കത്തില്ല, ഒരു 1/2 മണിക്കൂറോ 1 മണിക്കൂറോ മാറ്റി വെക്കുക. നിങ്ങൾ സ്റ്റിൽ ഏതെങ്കിലും സെക്ഷനിൽ വീക്ക് ആണെങ്കിൽ, സ്റ്റിൽ ഇംഗ്ലീഷിൽ വീക്ക് ആണ്, സ്റ്റിൽ മാത്സിൽ വീക്ക് ആണെങ്കിൽ ആ ഏരിയ ചെയ്യാൻ വേണ്ടി മാത്രം നിങ്ങളുടെ സെക്ഷൻ മോക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സമയം മാറ്റി വെക്കുക. അതുകൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ GSന്റെ നമ്മുടെ ജനറൽ അവയർനെസിന്റെ ഏരിയ, അത് നിങ്ങൾ സ്റ്റിൽ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കുക? പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക, റിവിഷൻ ചെയ്തുകൊണ്ടേയിരിക്കുക. ഓൾറെഡി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, നിങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക, കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ആൻഡ് ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഇതൊന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു 150 ഡേയ്സ് ആണ് ഏറ്റവും മിനിമം നമുക്ക് ഉണ്ട് എന്ന് പറഞ്ഞത്. സോ ഈ ഒരു 150 ഡേയ്സ് കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും, നമുക്ക് ഓൾമോസ്റ്റ് ഒരു 150 മോക്ക് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ പോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ, നമ്മൾ ഈ പറഞ്ഞ അതേ സ്റ്റഡി പ്ലാൻ ഇതേപോലെ കണ്ടിന്യൂ ചെയ്താൽ വരുന്ന 150 ഡേയ്സ് കൊണ്ട് നിങ്ങൾ 150 മോക്ക് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യും. അതേപോലെ തന്നെ സെക്ഷണൽ മോക്ക് ടെസ്റ്റിലേക്ക് വന്നാൽ നിങ്ങൾ ഓരോ സെക്ഷൻസിന്റെയും ഏകദേശം 100+ സെക്ഷണൽ ടെസ്റ്റുകൾ കവർ ചെയ്തിട്ടുണ്ടായിരിക്കാം. 100+ സെക്ഷണൽ ടെസ്റ്റുകൾ. അപ്പോൾ നിങ്ങൾ ഒരു സെക്ഷനിൽ 25 ക്വസ്റ്റ്യൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 100 സെക്ഷൻ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു സെക്ഷന്റെ മാത്രം 2500 ക്വസ്റ്റ്യൻ കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. 2500 ക്വസ്റ്റ്യൻസ് നിങ്ങളിപ്പോൾ ഇംഗ്ലീഷ് ആണ് ഡെയിലി ചെയ്യുന്നെങ്കിൽ ഇംഗ്ലീഷിനെ മാത്രം 2500 ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ നിങ്ങൾക്കറിയാം ഫുൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ 100 ക്വസ്റ്റ്യൻസ് വെച്ചാൽ കവർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 150 മോക്ക് ടെസ്റ്റ് കവർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളവിടെ 15,000 ക്വസ്റ്റ്യൻസ് ആയിരിക്കും കവർ ചെയ്യുന്നത്. 15,000 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത് കൂടാതാണ് നിങ്ങൾ പിന്നെ അഡീഷണൽ നേരത്തെ പറഞ്ഞ ഒരു ടൈം അലോട്ട് ചെയ്ത് വെച്ച് പ്രാക്ടീസ് ചെയ്തതും PYQs ചെയ്തതും അതല്ല. സോ ഒരു നല്ല നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനും നല്ലപോലെ സ്കോർ ഇംപ്രൂവ് ചെയ്യാനും ഇതിനൊക്കെ വേണ്ടിയാണ് പിന്നെ നമ്മൾ ഇത് ചെയ്യുന്നത്. ആൻഡ് ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക ടിൽ നിങ്ങളുടെ എക്സാമിന്റെ ഡേറ്റ് വരെ. ഇപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് ഡേ ആയിരിക്കത്തില്ല, ചിലപ്പോൾ ലാസ്റ്റ് ഡേ ആയിരിക്കും, എന്നാണെങ്കിലും അന്ന് വരെ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക. സോ ഇതാണ് ഒരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോപ്പർലി നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന സ്റ്റഡി പ്ലാൻ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ പലരും വർക്കിംഗ് ആയിരിക്കാം, പലരും വേറെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നവർ കാണും. അപ്പം നിങ്ങളുടെ ഒരു ടൈം എങ്ങനെയാണോ ആ ടൈമിനനുസരിച്ചുള്ള ഒരു ഷെഡ്യൂൾ അല്ലെങ്കിൽ ടൈം ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്നത് 2 മണിക്കൂറിനാണ് കൊടുത്തേക്കെങ്കിൽ SLE 2 മണിക്കൂറിന് കൊടുക്കണമെന്നില്ല. എനിക്കിത് അത്രയും സമയം കിട്ടത്തില്ല, അപ്പോൾ എനിക്കിത് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല എന്ന് വിചാരിക്കുന്നതിന് പകരം ഓക്കെ എനിക്ക് 2 hours കൊടുക്കാൻ പറ്റത്തില്ല, പക്ഷെ എനിക്ക് 1 hour കൊടുക്കാൻ പറ്റും, എന്നാൽ 1 hour അലോട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ അതിന് ചെയ്തു പോകാൻ നോക്കുക. അല്ലാതെ ഇപ്പം നമ്മളിവിടെ കൊടുത്തേക്കുന്നത് നിങ്ങൾക്കൊരു ഫുൾ ടൈം നിങ്ങൾ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഇത് കൊണ്ടുപോകാം. ഒരു 8 hours മാറ്റി വെക്കാൻ പറ്റുന്നവർ, ഒരു 6 hours മാറ്റി വെക്കാൻ പറ്റുന്നവർ എങ്ങനെ ഇത് കൊണ്ടുപോകാം എന്നുള്ളതാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് പറ്റത്തില്ല, നിങ്ങൾക്ക് 6 hours ഇല്ല, 4 hours ഉള്ളൂ, രാവിലെ 2 മണിക്കൂർ രാത്രി 2 മണിക്കൂർ കൊടുക്കാനുള്ളൂ. ആ രീതിയിൽ നിങ്ങൾ അതിനെ റീഷെഡ്യൂൾ ചെയ്തിട്ട് ആ ഒരു ടൈം മാത്രം ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രിപ്പറേഷൻസ് കൊണ്ടുപോകാം. ഇനി അൾട്ടിമേറ്റ്ലി നിങ്ങൾ ഈ പ്രിപ്പറേഷൻസ് കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന് ടൈം മാനേജ്മെന്റ്. നമ്മൾ 60 മിനിറ്റ് ആണ് നമുക്ക് എക്സാമിലുള്ളത്. ഈ 60 മിനിറ്റ് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടത്? 60 മിനിറ്റ് ഹാൻഡിൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ജനറൽ അവയർനെസ്സിന് വേണ്ടി ഒരു 5 മിനിറ്റ് ആയിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇംഗ്ലീഷിന് വേണ്ടി ഒരു 10 to 12 മിനിറ്റ്സ്, റീസണിങ്ങിന് വേണ്ടി 15 മിനിറ്റ്സും, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് വേണ്ടി ഒരു 20 മിനിറ്റ്സും, ആൻഡ് റിമൈനിങ് നമുക്ക് വരുന്ന ഒരു 5 to 7 മിനിറ്റ്സ് അത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ റിവ്യൂ ചെയ്യാനും നമ്മൾ മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് മാറ്റി വെക്കേണ്ടത്. ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമുക്കൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളൊരു ടാർഗറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കണം, എന്നാലേ നമുക്കത് ഇമ്പ്രൂവ് ആവുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിൽ നമ്മൾ 23+ ആയിരിക്കണം. ഔട്ട് ഓഫ് 25 23+ സ്കോർ ചെയ്യാൻ പറ്റണം. റീസണിംഗ് ആണെങ്കിലും 23+ സ്കോർ ചെയ്യാൻ പറ്റണം. ഇംഗ്ലീഷ് 22 ആൻഡ് ജനറൽ അവയർനെസ് നമുക്കൊരു 15+ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ഒരു സ്കോറിലേക്ക് കൊണ്ടുവരുന്ന ലെവൽ വരെ നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കണം, നിങ്ങളുടെ സെക്ഷണൽ മോക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. സെക്ഷണൽ മോക്ക് ടെസ്റ്റ് എന്ന് വരെ ചെയ്യണം എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. സിമ്പിൾ ആണ്, ഈ പറയുന്ന ടാർഗറ്റ് സ്കോറിലേക്ക് എത്തുന്നവരെ, വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് എത്തുന്നവരെ നിങ്ങൾ എന്തോ ചെയ്തുകൊണ്ടേയിരിക്കണം, ഇത് ചെയ്തുകൊണ്ടേയിരിക്കണം. ആൻഡ് പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കോമൺ ക്വസ്റ്റൻ ആണ്, എത്ര മോക്ക് ടെസ്റ്റ് ചെയ്യണം, എത്ര ഫുൾ മോക്ക് ടെസ്റ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്യണം എക്സാമിന് പോകുന്നതിന് മുമ്പ്? വളരെ സിമ്പിൾ ആണ്. എത്ര ഫുൾ മോക്ക് ടെസ്റ്റ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ന് നിങ്ങളുടെ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുന്ന കൺസിസ്റ്റന്റ് സ്കോറിലേക്ക് എത്താൻ പറ്റുന്നോ അന്ന് വരെ ചെയ്തുകൊണ്ടേയിരിക്കുക. സിമ്പിൾ ആയിട്ട്
അപ്പോൾ നമ്മൾ നേരത്തെ 150 എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ 150 കവർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ചിലപ്പം ഈ പറഞ്ഞ ടാർഗറ്റ് സ്കോറിലേക്ക് എത്തണമെങ്കിൽ 170 ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ 170 മോക്ക് കവർ ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തണം, നിങ്ങളത് കവർ ചെയ്യണം. ആൻഡ് ഡെഫിനറ്റ്ലി നമ്മുടെ ടാർഗറ്റ് അറിഞ്ഞിരിക്കണം. നിങ്ങൾക്കറിയാം ഈ ഇവിടുത്തെ CGLന്റെ കട്ട് ഓഫ് വന്നതിന് ശേഷം നമ്മുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എത്രയാണ്? ഈ വർഷത്തെ CGLന്റെ 153 പോയിന്റ് സംതിങ് ആണ്. നമുക്ക് 154 എന്ന് എടുക്കാം. ഈ ഒരു 154 ആണ് ഈ വർഷത്തെ കട്ട് ഓഫ്. കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് 152, 151 ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മുടെ ഈ ക്വസ്റ്റ്യൻസിന്റെ ലെവൽ ഇതേപോലെ തന്നെയാണ് ഇനി അടുത്ത വർഷം നടക്കാൻ പോകുന്നത്. ഈ കട്ട് ഓഫിനേക്കാളും കൂടാൻ സാധ്യതയുണ്ട് കട്ട് ഓഫ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ടാർഗറ്റ് ഉണ്ടായിരിക്കണം. ദാറ്റ് എൻ്റെ സ്കോർ 170+ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് എത്തുന്ന വരെ നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? മോക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ലൈക്ക് എന്തായാലും ഞാൻ Tier 1 ക്ലിയർ ആവും എന്നുള്ള ലെവലിലേക്ക് നിങ്ങൾക്കത് ഉറപ്പിക്കണമെങ്കിൽ നിങ്ങളുടെ സ്കോർ എന്ത് ചെയ്യണം? 170+ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സ്കോറിലേക്ക് എത്തണം. സോ അത് എത്തുന്ന വരെ നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കണം? മോക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പൊ എത്ര മോക്ക് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ സിമ്പിളായിട്ട് ഇതാണ്. കൺസിസ്റ്റന്റ് സ്കോർ ഓഫ് ഈ പറയുന്ന 170+. ഇപ്പം നിങ്ങളുടെ 170, 175+ കൺസിസ്റ്റന്റ് സ്കോർ വരുന്നവരെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കണം? ആ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത് നമ്മുടെ SSC CGLന്റെ സ്റ്റഡി പ്ലാൻ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ NTPC ചെയ്ത സമയത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു CGLന്റെ ഇതേപോലത്തെ ഒരു സ്റ്റഡി പ്ലാൻ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഇതിന്റെ ഇടയ്ക്കാണ് നമ്മുടെ ഇപ്പം SSCയുടെ കലണ്ടർ കൂടി വന്നത്. സോ അതുകൊണ്ട് എക്സാമിന്റെ ഡേറ്റും നേരത്തെയാണെന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാൻ, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ കൊണ്ടുവന്നപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ഏരിയാസ് ഉണ്ട്, അതിന്റെ പ്രോപ്പർ ലിസ്റ്റ് ആൻഡ് അത് എങ്ങനെ കൊണ്ടുപോകണം, അതും നമ്മൾ എക്സാക്ട് ഡേയ്സ് വെച്ചാണ് സംസാരിച്ചത്. 150+ ഡേയ്സ് ആണ് ഇനി ഉള്ളത്. ആ ഡേയ്സിൽ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ലപോലെ സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് നല്ലപോലെ ഇനി അടുത്ത് വരുന്ന 5 months കൊണ്ടുപോകുക. എല്ലാവർക്കും അടുത്ത് വരുന്ന വർഷം നല്ലപോലെ ഈ ഒരു എക്സാംസ് എഴുതാൻ പറ്റട്ടെ എന്ന്, ക്ലിയർ ആകാൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ ഇതുമായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ തന്നെ ഇതേപോലെ തന്നെ മീറ്റ് ചെയ്യാം. താങ്ക് യു.